നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഞങ്ങളിത് ചോദിക്കും. ചോദിക്കാനുള്ള കാര്യം എന്താ അറിയോ? നിങ്ങൾ തരികയും ചെയ്യേണ്ടി വരും. അത് ഔദാര്യമൊന്നുമല്ല, നിങ്ങളെ തറവാട്ട് സ്വത്തിന്റെ വിഹിതമല്ല ചോദിക്കേണ്ടത്, ഞങ്ങൾ അവകാശമാണ്. അവകാശം ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഉഷാറുണ്ടാവും. ഔദാര്യം വാങ്ങിയാലേ കിട്ടിയും കൊണ്ടും ഉണ്ടാതിരിക്കും. അത് പ്രജയുടെ സ്വഭാവമാണ്. ഏത്? അവകാശം കിട്ടിയാൽ നന്ദി കാണിച്ച് മിണ്ടാതിരിക്കല്ലേ. ഞങ്ങൾ പൗരന്മാരാണ്, ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ടത് വാങ്ങിക്കും. ഞങ്ങള് ഈ നാട്ടിലെ ജനത മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തല്ല ഈ കേരള നിയമസഭയിൽ ഞങ്ങൾക്ക് MLA മാരുണ്ടാവുന്നത്. ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ ക്രിസ്ത്യാനി, ഇവിടുത്തെ സകല മതസ്ഥരും അവരാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. വഖഫിന്റെ വിഷയം വന്നപ്പോ VD സതീശൻ പറഞ്ഞു, K സുധാകരൻ പറഞ്ഞു, എല്ലാവരും പറയും ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ ഈ രാഷ്ട്രീയ ബോധം, പൗരബോധമുള്ള ഒരു ജനതയെ കൂടെ നിർത്തിയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇറങ്ങും. ഇതാ ഇവിടെ മജീദിന്റെയും റഹ്മാന്റെയും കുഞ്ഞിപ്പയുടെയും പേരക്കുട്ടികളുണ്ട്, അവരുടെ മക്കളുണ്ട്. അവർ ഇവിടെ പൊരുതി മരിച്ചത് ആരുടെ വക്കാലത്ത് വാങ്ങിയിട്ടുമല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഈ സമുദായത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഈ ജനസാഗരം ഇളകി വന്നില്ലേ, ഇവരൊന്നുമില്ലെന്ന് വെക്കുക. അവസാനത്തെ ലീഗുകാരൻ സിഗച്ചു പറഞ്ഞ പോലെ ഒരു ഉമ്മയുടെ ഗർഭസ്ഥ ശിശുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പച്ചക്കൊടിയുടെ തുണ്ടുണ്ടെങ്കിൽ അതൊരു ഈർക്കിലിയിൽ കെട്ടി ഇവിടെ വരും. അവർ പറയും ഈ അനീതിയെ തടുക്കാൻ അവരിവിടെ വരും. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അവകാശമാണിത്. ഈ രാജ്യം ഞങ്ങളുടേത് കൂടിയാണ്. ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഉണ്ടാക്കിയതാണ് ഈ നാട്. ചോദിച്ചുകൊണ്ടേയിരിക്കും. സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു വാക്കാൻ ചോദിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഞങ്ങളുടെ ജീവൻ കൊടുത്തു ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. അവസാനത്തെ ലീഗുകാരൻ അവശേഷിക്കുന്നത് വരെ, 6 അടി മണ്ണിൽ അവന്റെ ശ്വാസം നിലക്കുന്നത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്.